നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എനിക്കിട്ട് പണിഞ്ഞവരെ ഞാൻ നോക്കി വച്ചിരിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ ആരെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ സ്ഥാനാർത്ഥികളാക്കിയാൽ ഞാൻ പണി കൊടുത്തിരിക്കും. ഇത് പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ കെ മുരളീധരനാണ്. KPCC രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിലായിരുന്നു കെ മുരളീധരൻ്റെ ഈ നിലപാട്. കെ മുരളീധരൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി പണിയെടുത്തവരെ KPCC ഭാരവാഹികളാക്കാനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ് മുരളീധരനെ ചൊടിപ്പിച്ചത്. തന്നെ പരാജയപ്പെടുത്താനും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളാനും പരമാവധി പണിയെടുത്തവർ അവർ ഇപ്പോൾ KPCC ഭാരവാഹികളുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു. ഇതാണ് കെ മുരളീധരന് രോഷം അടക്കാൻ കഴിയാതിരുന്നത്. തന്നെ നല്ലവണ്ണം സഹായിച്ചവരെ താനും സഹായിക്കാൻ നോക്കിയിരിക്കുകയാണെന്നും ഇപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ KPCC ഭാരവാഹി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിർത്തിയാൽ തന്നെ സഹായിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ താൻ അവരെ സഹായിക്കുമെന്ന ഭീഷണിയാണ് കെ മുരളീധരൻ ഉയർത്തിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കെ മുരളീധരൻ്റെ ഈ നിലപാട് ശരിക്കും ഒരു അമ്പരപ്പ് തന്നെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. KPCC ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും വരുന്ന ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യുമെന്ന ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. VD സതീശൻ അടക്കമുള്ള ആളുകൾ തൽക്കാലം പുനഃസംഘടന വേണ്ട, അതല്ലെങ്കിൽ KPCC പുനഃസംഘടിപ്പിക്കാതെ DCC അധ്യക്ഷന്മാരെ മാത്രം മാറ്റിയാൽ മതി എന്നുള്ള നിലപാടിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ KPCCയുടെ സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ എല്ലാ നേതാക്കളും തങ്ങളുമായി അടുപ്പമുള്ളവരുടെ തങ്ങളുടെ അനുയായികളുടെ പേരുകളെല്ലാം ഹൈക്കമാൻഡിന് നൽകി. KPCC ജനറൽ സെക്രട്ടറിമാരായും വൈസ് പ്രസിഡന്റുമാരായും സെക്രട്ടറിമാരായും ഒക്കെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ പേരുകൾ ഈ നേതാക്കളെല്ലാം ഹൈക്കമാൻഡിന് നൽകി. ഈ തന്ന പേരുകളെല്ലാം തന്ന പേരുകളിൽ എല്ലാവരെയും ഭാരവാഹികളാക്കിയാൽ പിന്നെ KPCC ഭാരവാഹി യോഗം പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തേണ്ടി വരുമെന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് ഇവർ കൊടുത്ത പല പേരുകളും വെട്ടി. എന്നാൽ കെ മുരളീധരൻ ഒരു പേരും കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ ഈ കൊടുത്ത പേരുകളിൽ പലരും തന്നെ തൃശ്ശൂരിൽ പണിതവരാണെന്നും അവരെ ഏതായാലും താൻ തിരിച്ചു പണിയുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരിൽ ചിലർ തൃശ്ശൂരിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അങ്ങനെ അവർക്ക് സീറ്റ് കൊടുത്താൽ താൻ കൃത്യമായി അവർക്ക് പണി കൊടുത്തിരിക്കുന്നുവെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. മുരളീധരൻ്റെ ഈ ഭീഷണി അദ്ദേഹം വളരെ സാവധാനത്തോടെ തമാശയോടെയാണ് ഈ ഭീഷണി 2 തവണ ആവർത്തിച്ചതെന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കെ മുരളീധരനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ചിലർ KPCC ഭാരവാഹി ലിസ്റ്റിൽ കടന്നുകൂട്ടിയിട്ടുണ്ട്. അവർ KPCC ഭാരവാഹികൾ എന്ന നിലയിൽ അടുത്ത തവണ തൃശ്ശൂർ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ മത്സരിച്ചാൽ അവരെ തോൽപ്പിക്കുന്ന കാര്യം താൻ ഏറ്റു എന്നുള്ള ഒരു സൂചനയാണ് ഭംഗ്യാന്തരേണ കെ മുരളീധരൻ രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ നൽകിയത്. കാരണം മുരളീധരനെ തോൽപ്പിക്കാൻ നടന്നവരെല്ലാവരും തന്നെ, ഏറെക്കുറെ എല്ലാ നേതാക്കളും തന്നെ KPCC ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ പുറകെ തടന്ന് താൻ പണിയുമെന്ന സൂചനയാണ് കെ മുരളീധരൻ നൽകിയത്.